യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. നേരത്തെ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവക്ക് തോന്നിയതൊക്കെ പറയാൻ പ്രവർത്തിക്കാം, ചോദിക്കാനാണല്ലേ എന്ന് വെച്ച് നെറുവിലാട് ഞങ്ങൾ തോൽപ്പിക്കല. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. കൊടുക്കാനായിരിക്കും തോന്നുന്നത്. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ്. നിനക്കൊക്കെ എവിടുന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയേ? നിന്നെ എന്റെ കയ്യിലേക്ക് കിട്ടാൻ കാത്തിരിക്കായിരുന്നില്ലേ? ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത്. ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റിവിറ്റിയാണ്. ലൈക്ക് ഷെയർ ചെയ്യും, കുത്തിയിരുന്ന് കമന്റ് ചെയ്യും, തമ്മിൽ കടിപിടി കൂടും. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ വയറിലാവുന്ന ഇപ്പൊ ചിലരുടെ വയറ്റുപഴപ്പ്. തൊട്ടു പിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഷിംജിതക്കെതിരെ കേസെടുത്തതും. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ.